വയനാട് നമുക്കൊരു ഹൗസ് വാമിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ നമ്മുടെ ഒപ്പം അഭിച്ചേട്ടനും മധുരി ചേച്ചിയും ദൃശ്യേച്ചിയും മുന്നിയോളും എല്ലാവരും കൂടിയിട്ടാണ് നമ്മൾ പോകുന്നത്. വയനാട് ആയതുകൊണ്ട് തന്നെ നമ്മൾ അമ്മച്ചൻ്റെ വീട്ടിൽ നിൽക്കാനാണ് വിചാരിച്ചത്. അതുകൊണ്ട് നമ്മൾ തലേ ദിവസം ഇറങ്ങുകയും ചെയ്തു കേട്ടോ. സൈഡ് സീറ്റ് എനിക്ക് നിർബന്ധമാണ്, എന്നാലും പോണ വഴിക്ക് നന്നായിട്ട് വെയിലും ഉണ്ട് കേട്ടോ. പിന്നെ ഇത് നമ്മൾ അമ്മച്ചൻ്റെ വീട്ടിലെത്തി. അങ്ങനെ നമ്മൾ മാമിൻ്റെ വീട്ടിലെത്തി. അപ്പോൾ കടയുടെ ഫ്രണ്ടിൽ തന്നെ നിന്നു കേട്ടോ. നമ്മൾ ആൾ കൂടുതലുണ്ടെങ്കിൽ ഇവിടെയാണ് നിർത്താറ്, അല്ലെങ്കിൽ നമ്മൾ നേരെ മാമിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ പോയിട്ട് ഇറങ്ങാൻ ചെയ്യാറ് കേട്ടോ. നമ്മുടെ വണ്ടിയുടെ സൗണ്ട് കേൾക്കുമ്പോഴേക്കും അമ്മമ്മ ഇതേ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ നോക്കിയിട്ട്. അപ്പോൾ ആദർശേട്ടൻ തുമ്മീനെ എടുത്തിട്ട് നമ്മൾ കയറുകയാണ്. നമ്മുടെ ഒപ്പം ഒരു പുതിയൊരു ഗസ്റ്റും കൊണ്ടിട്ടുണ്ട് കേട്ടോ. ഇതാണ് അഭിച്ചേട്ടൻ്റെ ഉണ്ണി കേട്ടോ. അപ്പോൾ അതുല്യ ചേച്ചിയും എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ ഇതാ വടി എടുത്തിട്ട് ഇവരുടെ കളിനിയായിരുന്നു. പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ട് അപ്പോൾ അമ്മമ്മ ചിക്കൻ പൊരിക്കായിരുന്നു. നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ ആദർശമായിട്ട് ഇതേ പപ്പടമൊക്കെ ഇങ്ങനെ അടുപ്പിലിട്ടിട്ട് ഇങ്ങനെ കഴിക്കില്ല. ഞങ്ങൾ കുഞ്ഞു കുട്ടിയൊക്കെ ആകുമ്പോൾ അമ്മയൊക്കെ ഉണ്ടാക്കി തരാറുണ്ട്. അപ്പോൾ നൊസ്റ്റു എന്ന് പറഞ്ഞിട്ട് ഇതേ ആദർശമായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ചിക്കൻ കറിയിലൊക്കെ വേഗം ഇങ്ങനെ മസാലപ്പൊടിയൊക്കെ ഇട്ട് ഇങ്ങനെ വേഗം സെറ്റാക്കായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കേണ്ട എല്ലാ സംഭവങ്ങളും സെറ്റാക്കായിരുന്നു. അമ്മ കുറേ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. സാമ്പാർ, ചിക്കൻ കറി, ചിക്കൻ പൊരിച്ചത്, ഉപ്പേരി, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ആ ചക്ക നല്ല വിശപ്പുണ്ടായിരുന്നു. ഞാൻ വീട്ടിൽ നിന്ന് പോരുമ്പോൾ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്കിപ്പോൾ അധികം അങ്ങനെ ഓവറായിട്ട് വിശക്കാറില്ല. നന്നായി വെള്ളം കുടിക്കും. അങ്ങനെയൊക്കെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ഇപ്പോൾ പോകുന്നത്. പക്ഷേ ഇവിടെ എത്തുമ്പോഴേക്കും ഞാൻ വിശന്ന് പരലോകം കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും അമ്മമ്മ ഫുഡ് ഇങ്ങനെ ഓരോ സംഭവങ്ങൾ സെറ്റ് ചെയ്ത് വരികയായിരുന്നു. അപ്പോഴേക്കും ഞാൻ വേഗം പോയിട്ട് ചോറൊക്കെ വിളമ്പി വെച്ചു കേട്ടോ. അമ്മ നമുക്ക് ഫുഡ് തന്നു വിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോരുന്ന വഴിക്ക് വീട്ടിൽ ഞങ്ങൾ വരുന്ന സമയത്ത് അമ്മ ചിക്കൻ കറിയും ചോറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അമ്മ തന്നയച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ വഴിയിൽ നിർത്തി കഴിക്കൊന്നും ചെയ്തില്ല. അങ്ങനെ ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ ടേബിളിൽ സെറ്റ് ചെയ്ത് ഫുഡൊക്കെ നന്നായി കഴിച്ചു. അമ്മമ്മ ഇത് അല്ലുവിനും തുമ്പിക്കൊക്കെ ഫുഡ് കൊടുക്കായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ കുറേ നേരം ഇങ്ങനെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ പോയിട്ട് ഡ്രസ്സൊക്കെ മാറ്റിയിട്ടോ. കുറേ നേരം യാത്ര ചെയ്തുകൊണ്ട് തന്നെ ഭയങ്കര ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ രാത്രി ആയപ്പോൾ ഇത് എല്ലാവരും പൊന്നൂസൊക്കെ എത്തിയപ്പോൾ അവൻ വരുമ്പോൾ മിഠായി കൂടുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു. ഒരു ഗതിയില്ലാണ്ട് വണ്ടിന്റെ പെട്രോൾ ഊറ്റിയിട്ടാണ് ഞങ്ങൾ ക്യാമ്പ് ഫയർ നടത്തുന്നത്. പിന്നെ ഇതാ ക്യാമ്പ് ഫയർ ഒക്കെ സെറ്റാക്കാൻ വേണ്ടിയിട്ട് പൊന്നൂസ് അവൻ്റെ പെട്രോൾ അടക്കം ഊറ്റിയിട്ടാട്ടോ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതൊക്കെ സെറ്റാക്കി അമ്മമ്മയുടെ കുറേ വിറകും അമ്മമ്മ തീ പിടിപ്പിക്കാൻ വെച്ച വിറകൊക്കെ അവൻ പറക്കി വന്ന് ഇതൊക്കെ സെറ്റാക്കി. പിന്നെ ഇതാ എല്ലാവരും ഉള്ളപ്പോൾ നല്ല അടിപൊളിയല്ലേ. ഇങ്ങനെ കുറേ നേരം വർത്താനം പറഞ്ഞിട്ടും ചിരിച്ചും കളിച്ചിട്ടും ഒക്കെ നിൽക്കാൻ നല്ല രസമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോളാൻ ഇവരെല്ലാവരും നല്ല ബെസ്റ്റാണ് കേട്ടോ. പിന്നെ പാട്ടൊക്കെ വെച്ചപ്പോഴേക്കും നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഇവിടെ പിള്ളേരും എല്ലാവരും കൂടിയിട്ട് ഭയങ്കര ഡാൻസ് ആയിരുന്നു കേട്ടോ. എല്ലാവരുടെയും കുറേ വെറൈറ്റി സ്റ്റെപ്പൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഇവിടെ പോസ്റ്റ് ആക്കി എല്ലാവരും കൂടിയിട്ട് എന്നെ പഞ്ഞിക്കിട്ടു കേട്ടോ. അതുകൊണ്ട് മാത്രം ഞാനത് പോസ്റ്റ് ആക്കുന്നില്ല. പിന്നെ നമ്മുടെ കുഞ്ഞിച്ചക്കനും ഭയങ്കര ഡാൻസ് ആണ് കേട്ടോ. അമ്മമ്മ ഇത് ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എല്ലാവരും ഇങ്ങനെ നമ്മുടെ കളിയൊക്കെ കണ്ടിങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു കേട്ടോ. നല്ലൊരു അടിപൊളി വൈബ് തന്നെയായിരുന്നു. പിന്നെ പിറ്റേ ദിവസം ഇതേ എല്ലാവരും ബോധമില്ലാതെ കിടന്നുറങ്ങുന്നു. പിന്നെ എല്ലാവരും എനിക്ക് ചായയൊക്കെ കുടിച്ചിട്ട് വേണം നമുക്ക് ഹൗസ് വാമിങ്ങിന് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് ഓരോരുത്തരായിട്ട് തിരക്കിലായിരുന്നു കേട്ടോ. അമ്മമ്മ രാവിലെ തന്നെ ചൂടുവെള്ളം വെച്ചുകൊണ്ട് ഞാൻ വേഗം പോയി കുളിച്ചു. പിന്നെ ഇതാ ഡ്രസ്സൊക്കെ മാറി പിന്നെ നമ്മൾ പോകാൻ വേണ്ടി റെഡി ആവാണ് കേട്ടോ. അപ്പോൾ ഇനി അവിടുത്തെ വിശേഷങ്ങളൊക്കെ ലോങ് വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ.